സ്വയം ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാവുന്ന കാര്യങ്ങളാണ് ഡെഫിനറ്റ്ലി. അത് നമ്മളൊരു റീസണബിൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പഴാ. ഫോർ എക്സാമ്പിള് ഞാനൊരു പേഷ്യൻറ്റിൻ്റെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഉം. ഇത് ഒരു 59 വയസ്സുള്ള ഒരു പേഷ്യൻ്റ് എന്ന് ഇമാജിൻ ഒരു 59 വയസ്സുള്ള ഒരു മെയിലാണ്. 172 സെൻറ്റിമീറ്റർ പൊക്കമുണ്ട്. 69 കിലോയാണ് തൂക്കം. ഒത്തിരി ഓവർ വെയ്റ്റ് ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് കുടവയറ് നന്നായിട്ടുണ്ട്. ഓവർ വെയ്റ്റ് ഇല്ലെങ്കിലും നന്നായിട്ട് കുടവയറുണ്ട്. അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം ആൻജിയോഗ്രാം ചെയ്തു. സ്റ്റെൻറ്റ് ഇടാൻ പറഞ്ഞു. അപ്പം ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഡയബറ്റിക്കാണ്. ഹൈപ്പർ ടെൻഷനുണ്ട്. അതിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കിഡ്നിക്കാണെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് കണ്ടു. കിഡ്നിക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഡയബറ്റിസ്. ഇവിടെ വന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പം അവരോട് സ്റ്റെൻറ്റ് ഇടാൻ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കള് നോക്കി കണ്ടുപിടിച്ച് നമ്മളിങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഇവിടെ വരാനുള്ള കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ വളരെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുപിടിക്കാനൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹമാണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ എഐയുടെ അടുത്ത് അല്ലെങ്കിൽ ജെമിനിയുടെ അടുത്തോ ചാറ്റ് ജിപിടിയുടെ അടുത്തോ ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പം സ്റ്റെൻറ്റ് ഇടുന്നതും ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനും ഇപ്പം നമ്മളുടെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ഇതിന് വരുന്ന CSLC ക്യാപ്പ് എന്നാണ്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വിത്ത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോക്കോൾ. ഇതിനെ കമ്പയർ ചെയ്ത് റിസൾട്ട് പറയാൻ പറഞ്ഞാൽ പോലും അവർ ആ ചാറ്റ് GPT പോലും അത് ചെയ്തു തരും. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. കുറേയധികം മരുന്നുകളുണ്ട്. ഒരു 10-12ഓളം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഡയബറ്റിസിനുണ്ട്, കൊളസ്ട്രോളിനുണ്ട്, BPക്കുണ്ട്, ഷുഗറിനുണ്ട്. ഇപ്പം പിന്നെ ഹാർട്ടിന് വേണ്ടിയിട്ടും കുറച്ച് മരുന്നുകളുണ്ട്. അപ്പം മൾട്ടിപ്പിൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നാലും HbA1c 10.2-ലാണ് നിൽക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം ഇൻസുലിൻ ലെവല് നോർമലായിട്ടുണ്ട്. 16.3 ഉണ്ട്. ആവശ്യത്തിനുണ്ട് ശരിക്കും. ഇൻസുലിൻ പ്ലെൻറ്റി ഇനഫാണ്. അപ്പം ഈ അതിൻ്റെ ഒപ്പം തന്നെ പാൻക്രിയാസിന് നീർക്കെട്ടുമുണ്ട്. ലൈപ്പേസും കൂടുതലാണ്. HGFR 72 ഉള്ളൂ. കിഡ്നിയും ഫങ്ഷനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. മൂത്രത്തിൽ കൂടെ ആൽബുമിൻ പോകുന്നുമുണ്ട്. അത് സാധാരണ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഉള്ളതാണ്. പിന്നെ ഹാർട്ടിൻ്റെ മാർക്കേഴ്സും HSCRP, ഹോമോസിസ്റ്റീൻ ഒക്കെ കൂടി നിൽക്കുകയാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.